നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. അതായത് മെറ്റയുടെ തന്നെ അഡ്വർടൈസ്മെന്റ്സ് അറിയാം. നമുക്ക് മെറ്റയുടെ ഒരുപാട് ക്യാമ്പയിൻസ് ഉണ്ട്. അതിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കൺവേർഷൻ കിട്ടാനുള്ള ഒരു അടിപൊളി മെറ്റയുടെ ഒരു വെപ്പൺ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത്. അതായത് മെറ്റ അഡ്വർടൈസ്മെന്റ് റീടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. ഈ റീടാർഗറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു വേർഡ് തന്നെ ഉണ്ട്. എന്താണ് റീടാർഗറ്റിംഗ് എന്നുള്ളത്? അതായത് ഇപ്പോൾ നമ്മളുടെ ഒരു പേജിലോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ നമ്മളൊരു വെബ്സൈറ്റിലോ നമ്മളൊരു വീഡിയോനോടോ ആളുകൾ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുള്ള ആളുകളെ നമ്മുടെ അഡ്വർടൈസ്മെന്റ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തഡാണ് ഈ റീടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നല്ല രീതിയിലുള്ള സെയിൽസ് കൊണ്ടുവരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇപ്പം നമ്മളെ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ ഒരു പ്രാവശ്യം എൻക്വയറി ചെയ്തിട്ട് പോയ ഒരാൾ പിന്നീട് അയാൾക്ക് എന്താണ് നമ്മളെക്കുറിച്ച് ഓർക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു റീടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വെബ്സൈറ്റ് റീടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. ഈ വെബ്സൈറ്റ് റീടാർഗറ്റിംഗ് അറിയാം, നമുക്കിപ്പോൾ വെബ്സൈറ്റിൽ കയറുന്ന ആളുകളുണ്ടാവില്ലേ. അതായത് ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ തന്നെ നമ്മളെ വെബ്സൈറ്റിൽ കയറി നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചോ നമ്മുടെ സർവീസിനെ കുറിച്ചോ നോക്കിയതിന് ശേഷം അവർ എന്തെങ്കിലും കാർട്ടിൽ ഇട്ട് വെക്കുന്നവരുണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇപ്പോൾ സർവീസ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ സർവീസ് പേജിൽ കയറിയിട്ട് അതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത ആളുകളുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള ആളുകളുടെ ഡാറ്റ മെറ്റയുടെ തന്നെ പിക്സൽ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ ആ ഒരു ഓഡിയൻസിന്റെ ഡാറ്റ എടുത്തിട്ട് അവരെ മാത്രം നമുക്ക് അഡ്വർടൈസ്മെന്റ് കാണിക്കാനായിട്ട് പറ്റും. ആ ഒരു മെത്തഡാണ് ഈ വെബ്സൈറ്റ് റീടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുന്ന വിസിറ്റേഴ്സിനെ നമ്മൾ റീടാർഗറ്റ് ചെയ്ത് നമ്മൾ ആഡ് കാണിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ പ്രൊഡക്റ്റ് സെല് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു രീതിയാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പേജസിൽ ഒരുപാട് എൻഗേജ്മെന്റ്സ് വരുന്ന സമയത്ത് അവിടെയുള്ള സോഷ്യൽ മീഡിയ യൂസേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ റീടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റും സർവീസും അവിടെ സെല് ചെയ്യാനായിട്ട് പറ്റും. ഇതും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിലുള്ള കൺവേർഷൻ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതിപ്പോൾ എല്ലാ ബിസിനസ്സിനും ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ വർക്കൗട്ട് ആവണമെന്നില്ല. അതിൽ നമുക്ക് നമ്മളിന്ന് സ്വയം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും ഏതെല്ലാം രീതിയിൽ ചെയ്താലാണ് ഇത്, ഏതെല്ലാം ബിസിനസ്സിനാണ് ഇത് വർക്കൗട്ട് ആവുക എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, മനസ്സിലാവും. ആ രീതി ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അതിലൂടെ കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് ലുക്കാലൈക്ക് റീടാർഗറ്റിംഗ് ആണ്. ഈ ലുക്കാലൈക്ക് റീടാർഗറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ ഇപ്പോൾ നമ്മളൊരു എക്സൽ ഷീറ്റിലൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് അതേ സ്വഭാവമുള്ള കൂടുതൽ ആളുകളിലേക്ക് നമ്മളെ അഡ്വർടൈസ്മെന്റ് എത്തിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ലുക്കാലൈക്ക് റീടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. അതിപ്പോൾ ആ ഒരു ഡാറ്റ അപ്ലോഡ് ചെയ്യണമെന്നും നിർബന്ധമല്ല. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം നമ്മളെ സോഷ്യൽ മീഡിയ യൂസേഴ്സിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ സോഷ്യൽ മീഡിയ യൂസേഴ്സ് അവരുടെ അതേ സ്വഭാവമുള്ള മറ്റുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അപ്പം അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലുക്കാലൈക്ക് ഓഡിയൻസ് വഴി നമ്മളെ പ്രൊഡക്റ്റ് സർവീസ് അവരുടെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് പറ്റും. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഇത് മറ്റേ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യും, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, ഇതിപ്പോൾ ഇതിനെക്കുറിച്ച് ആദ്യമായിട്ടാണ് നിങ്ങൾ അറിയുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ഇനി നല്ല രീതിയിൽ തന്നെ ഇത് അപ്ലൈ ചെയ്ത് നോക്കണം. ഇത് ബിസിനസ് ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് അപ്ലൈ ചെയ്ത് നോക്കണം. ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഓൾറെഡി അറിയാനായിട്ട് സാധിക്കും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിക്കാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുന്നത് വളരെ നല്ല റിസൾട്ട് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ആഗ്രഹിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.